രാവിലെ ലൈവിൽ ഷാനവാസ് അനീഷിനെ കസേര കൊണ്ട് അടിക്കാൻ വന്നിട്ടുണ്ട്. മാത്രമല്ല അനീഷിൻ്റെ തന്തയ്ക്ക് വരെ വിളിക്കുന്നുണ്ട് ഷാനവാസ്. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ അനീഷാണ് ചൊറിയാൻ പോയത്. രാവിലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അനീഷ് ചെന്ന് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നു, എടാ ജയിലിൽ കിടക്കുന്നവർക്ക് ഡോറ് തുറന്നു കൊടുക്കുക. എന്തോ ജയിലിലുള്ളവർക്ക് എന്തോ തുറന്നു കൊടുക്കാനാണ് പറയുന്നത്. അത് ഷാനവാസ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. പക്ഷേ ഷാനവാസ് അവിടെ ഒരു ബീൻ ബാഗിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഷാനവാസ് ഇതൊന്ന് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷിനത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അനീഷ് വീണ്ടും പറയുകയാണ്, എടാ മരക്കഴുതേ, നീ ചെയ്യേണ്ട ഡ്യൂട്ടി അത്, നീ പോയി ആദ്യം നിൻ്റെ പണിയെടുക്കടാ എന്ന് പറഞ്ഞ് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഷാനവാസിൻ്റെ രാവിലെ ആരെങ്കിലുമൊക്കെ മുഖത്ത് വന്ന് മരക്കഴുതെന്ന് വിളിച്ച് എങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ തന്നെ തിരിച്ച് അങ്ങോട്ട് രണ്ടെണ്ണം പറയുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അവസാനം ഷാനവാസ് കൈ കിട്ടിയ തലേണ്ണ എടുത്ത് അനീഷിൻ്റെ ഒരൊറ്റ ഏറ് കൊടുത്തു. അനീഷ് അത് തിരിച്ചെടുത്ത് എറിയുന്നു. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തലേണ്ണ എറിയുന്നു. അത് കഴിഞ്ഞ് ഷാനവാസ് കസേരയെടുത്ത് അനീഷിൻ്റെ അടിക്കാൻ പോകുന്നുണ്ട്. അതും വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകുന്നു. അതിനുശേഷം വാഷ്റൂമിൽ വെച്ച് ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നു. അവിടെയും ഇതിൻ്റെ ബാക്കി നടക്കുകയാണ്. ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്കാരാ അധികാരം തന്നെ എന്നെ കഴുതെന്ന് വിളിക്കാനുള്ളത്? അപ്പോൾ അനീഷ് പറയണം, നീ അങ്ങനെയാണ് പെരുമാറുന്നത്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ, നീ പോയി നിൻ്റെ തന്തയെ പോയി വിളിയിടാ എന്ന് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുന്നു. പിന്നെ അതിന് അനീഷ് എന്തൊക്കെയോ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നീ പോടാ ഉടുക്ക് കാട്ടി പേടിപ്പിക്കല്ലേ എന്നോ അങ്ങനെ എന്തോക്കെ പറഞ്ഞ് അനീഷ് അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഇനി അതിനെപ്പറ്റി എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.